വീഡിയോയിലേക്ക് മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. പ്ലസ് 2 സുവോളജിയിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ 4ാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ മുന്നേയുള്ള ക്ലാസ്സുകൾ കാണാത്തവർക്കായി ആ വീഡിയോസിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് മോണോ ഹൈബ്രിഡ് ക്രോസിനെ കുറിച്ചും മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ, ഫീനോട്ടിപ്പിക് റേഷ്യോ എന്നിവയെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിനറ്റ് സ്ക്വയർ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക് ഈസ് പിനറ്റ് സ്ക്വയർ. പിനറ്റ് സ്ക്വയർ പ്രൊപ്പോസ് ചെയ്തത് സയന്റിസ്റ്റ് ആരാന്ന് നോക്കാം. റെജിനാൾഡ് സി പിനറ്റ്. പിനറ്റ് സ്ക്വയർ വാസ് പ്രൊപ്പോസ്ഡ് ബൈ റെജിനാൾഡ് സി പിനറ്റ്. എന്താണ് പിനറ്റ് സ്ക്വയർ എന്നുള്ളത് പഠിക്കണം. അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊരു ഡെഫിനിഷൻ ഒന്ന് ആദ്യം പഠിക്കാം. പിനറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ടു കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഓൾ പോസിബിൾ ജീനോടൈപ്സ് ഓഫ് ഓഫ്സ്പ്രിംഗ് ഇൻ എ ജനറ്റിക് ക്രോസ്. അതായത് പിനറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ടു കാൽക്കുലേറ്റ് the probability of all possible genotypes of offspring in a genetic cross. അതായത് ഒരു ജനറ്റിക് ക്രോസിലെ ഓസ്പ്രിങ്സിന് ഉണ്ടാകുന്ന പോസിബിൾ ആയിട്ടുള്ള ജീനോടൈപ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് പിനറ്റ് സ്ക്വയർ. ഒരിക്കൽ കൂടി പറയാം. പിനറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജനറ്റിക് ക്രോസിലെ ഓസ്പ്രിങ്സിന് ഉണ്ടാകുന്ന പോസിബിൾ ആയിട്ടുള്ള ജീനോടൈപ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് പിനറ്റ് സ്ക്വയർ. പിനറ്റ് സ്ക്വയർ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ടു കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഓൾ പോസിബിൾ ജീനോടൈപ്സ് ഓഫ് ഓഫ്സ്പ്രിംഗ് ഇൻ എ ജനറ്റിക് ക്രോസ്. നമുക്കിതൊരു ക്രോസ് വെച്ചിട്ട് പറയാം. ഒരു മോണോ ഹൈബ്രിഡ് ക്രോസ് വെച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പോൾ നമുക്കൊരു മോണോ ഹൈബ്രിഡ് ക്രോസ് എഴുതാം. ക്യാപിറ്റൽ ടി ക്രോസ് സ്മോൾ ടി. ക്യാപിറ്റൽ ടി എന്തായിരിക്കും? നമ്മളിത് ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ടോൾ ആയിരിക്കും അല്ലേ? ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോൾ ആണ്. ദെൻ സ്മോൾ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്വാർഫ് ആണ്. ഓക്കെ, നമുക്കത് ഡ്വാർഫ് എന്നിവിടെ എഴുതാം. ഓക്കെ, ഇനി ഇതിന്റെ ഗാമീറ്റ്സ് നമുക്കൊന്ന് എഴുതാം. ഓക്കെ, ഗാമീറ്റ്സ് എങ്ങനെയാ എഴുതാം? ഗാമീറ്റ്സ് വരുമ്പോൾ ക്യാപിറ്റൽ ടി ആണ്. ഹോമോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. അപ്പോൾ ഗാമീറ്റ് എഴുതുമ്പോൾ ഹോമോസൈഗസ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും സെയിം ആണ് അല്ലേ? ക്യാപിറ്റൽ ടി തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇതിന്റെ ഗാമീറ്റ്സ് നമുക്ക് ഗാമീറ്റ് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, റൗണ്ട് ഇട്ടിട്ടാണ് അതിനുള്ളിലാണ് ഗാമീറ്റ് എഴുതുക. അപ്പോൾ ഇവിടെ ഗാമീറ്റ് വരുമ്പോൾ ക്യാപിറ്റൽ ടി ആണ് ഗാമീറ്റ് ആയിട്ട് വരുന്നത്. ദെൻ ഇവിടെ ഇതും ഹോമോസൈഗസ് കണ്ടീഷനിലാണ്, രണ്ടും സെയിം ആണ്. സ്മോൾ ടി തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഗാമീറ്റ് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? സ്മോൾ ടി എന്ന് എഴുതാം. ദെൻ ഇനി നമ്മൾ ഇതിനെ ക്രോസ് ചെയ്യാണ്. ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഈ ക്യാപിറ്റൽ ടി വരും, ദെൻ ഇവിടെയുള്ള സ്മോൾ ടി വരും. ഓക്കെ, അപ്പോൾ F1 ജനറേഷൻ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. F1 ജനറേഷൻ എന്ത് കിട്ടി? ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് കിട്ടി. ഇനി നമുക്കിതിൻ്റെ F2 ജനറേഷൻ കാണണം. F2 ജനറേഷൻ എങ്ങനെയാ കാണാം? F2 ജനറേഷൻ എന്ന് പറഞ്ഞാൽ സെൽഫിംഗ് ആണ് അല്ലേ? F2 ജനറേഷൻ കാണുന്നത് സെൽഫിംഗ് വഴിയാണ്. സെൽഫിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? F1നോട് തന്നെ ക്രോസ് ചെയ്യാം. അതാണ് സെൽഫിംഗ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? ക്യാപിറ്റൽ ടി സ്മോൾ ടിയെ ക്യാപിറ്റൽ ടി സ്മോൾ ടിയോട് തന്നെ ക്രോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ക്രോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം
നമ്മൾ ഇങ്ങനെയായിരുന്നു ക്രോസ് ചെയ്തിരുന്നത് അല്ലേ? ഈ ക്യാപിറ്റൽ ടി, അപ്പോൾ നമ്മളത് ക്യാപിറ്റൽ ടി എന്ന് എഴുതും. ദെൻ ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലേ? ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് എഴുതും. ദെൻ സ്മോൾ ടി ഈ ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് എഴുതും. ദെൻ അഗെയിൻ സ്മോൾ ടി എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ഇവിടെ ലഭിച്ചിട്ടുള്ളതാണ്, ഈ ക്രോസ് വഴി ഇവിടെ കിട്ടിയിട്ടുള്ളതാണ് നമ്മുടെ F2 ജനറേഷൻ. F2 ജനറേഷൻ എന്ന് പറയുന്നത് ഈ ക്രോസ് വഴി കിട്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മോണോ ഹൈബ്രിഡ് ക്രോസ് എഴുതിയപ്പോൾ തന്നെ ഒരുപാട് ക്രോസ് ചെയ്ത് എഴുതി അല്ലേ? അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ഡൈഹൈബ്രിഡ് ക്രോസ് ഒക്കെ ആകുമ്പോൾ ഒന്നുകൂടി കുറച്ചുകൂടി നമുക്ക് ക്രോസ് ചെയ്യാനുണ്ടായിരിക്കും. നമ്മൾ വരച്ച് ക്രോസ് ചെയ്ത് എഴുതുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഏത് യൂസ് ചെയ്യാം? പെനറ്റ് സ്ക്വയർ യൂസ് ചെയ്യാം. അപ്പോൾ F1 ജനറേഷൻ എങ്ങനെയാണ് കാണുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, F2 ജനറേഷൻ കാണുന്നതും നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ F2 ജനറേഷൻ ഒരിക്കൽ കൂടി ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. F2 ജനറേഷൻ എന്ന് പറഞ്ഞാൽ F1-നോട് തന്നെ ക്രോസ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ക്രോസ് ചെയ്ത് കിട്ടുന്ന പ്രോജനിയാണ് F2 ജനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ നമ്മൾ അതിന്റെ ഗാമീറ്റ്സ് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഗാമീറ്റ് എടുത്ത് എഴുതിയത് റൗണ്ടിലായിട്ട് നമ്മൾ ആ ഒരു അതിനുള്ളിലായിട്ട് എഴുതിയിട്ടുണ്ട്. ഓരോ ഗാമീറ്റും നമ്മളിവിടെ എടുത്തെഴുതിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ വരച്ച് എങ്ങനെ ക്രോസ് ചെയ്ത് എഴുതി. അപ്പോൾ അതിന് പകരം എങ്ങനെയാണ് നമുക്കിത് പെനറ്റ് സ്ക്വയറിൽ എഴുതുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്, ഇവിടെ 2 ഗാമീറ്റ് വന്നിട്ടുണ്ട്, ഇവിടെ 2 ഗാമീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ഗാമീറ്റ് വന്നു? 4 ഗാമീറ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെനറ്റ് സ്ക്വയർ വരയ്ക്കാം. പെനറ്റ് സ്ക്വയർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ 2 എണ്ണം വരയ്ക്കുക, ഇങ്ങനെ, അതായത് ഇങ്ങനെ 2 എണ്ണം വരും, താഴേക്കും 2 എണ്ണം. അപ്പോൾ ടോട്ടൽ 4 എണ്ണം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എഴുതിയിട്ടുള്ള ഗാമീറ്റിനെ നമ്മൾ ഈ ഭാഗത്ത് എഴുതും. ഓക്കെ, അതായത് എങ്ങനെ എഴുതും? ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് എഴുതും. ഓക്കെ, ദെൻ ഇനി ഈ ഭാഗത്ത് എഴുതിയിട്ടുള്ള ഈ ഗാമീറ്റിനെ നമ്മൾ ഈ സൈഡിലേക്ക് എഴുതും. ഈ ക്യാപിറ്റൽ ടി നമ്മളെടുത്ത് ഇവിടേക്ക് എഴുതി. ദെൻ ഈ സ്മോൾ ടിയെ നമ്മൾ ഇങ്ങോട്ടും എഴുതി. ഓക്കെ, നമ്മളിനി വരച്ച് ക്രോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നോക്കിയിട്ട് തന്നെ നമുക്ക് ഇത് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പൊ പ്രോജനി എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ക്യാപിറ്റൽ ടി അപ്പൊ എന്ത് വന്നു? ക്യാപിറ്റൽ ടി എന്ന് വന്നില്ലേ? ദെൻ നെക്സ്റ്റ് ഈ ക്യാപിറ്റൽ ടിയും ഈ സ്മോൾ ടിയും അത് നമ്മൾ ഇവിടെയാണ് എഴുതുക, ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് എഴുതും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ എഴുതുന്നത് ഈ സ്മോൾ ടിയും ഈ ക്യാപിറ്റൽ ടിയും ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ക്യാപിറ്റൽ ടി എഴുതണം, പിന്നെയാണ് സ്മോൾ ടി എഴുതുള്ളൂ. ഓക്കെ, അതായത് സ്മോൾ ടി ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എഴുതില്ല, ക്യാപിറ്റൽ ആയിട്ടുള്ള ലെറ്റർ ആണ് നമ്മൾ ആദ്യം എഴുതുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ സ്മോൾ ടിയും ഈ ക്യാപിറ്റൽ ടിയും നമ്മൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് എഴുതും. ഇനി അടുത്തത് ഈ സ്മോൾ ടിയും ഇവിടെയുള്ള സ്മോൾ ടിയും. ഓക്കെ, അത് നമ്മൾ സ്മോൾ ടി എന്ന് എഴുതി. അപ്പോൾ ഇതെന്താ വരിക? നമുക്കറിയാം, ക്യാപിറ്റൽ ടി വന്നു കഴിഞ്ഞാൽ അത് ടോളാണ് അല്ലേ? ഇത് എന്താണ്? ടോള് തന്നെയാണ്. ദെൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാൽ ഇതും ടോളാണ്. സ്മോൾ ടി വന്നാൽ നമുക്കറിയാം ഇത് ഡ്വാർഫ് ആണ്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, 3 ടോള് വന്നു അല്ലേ? 3 ടോള് വന്നു, ദെൻ ഒരു ഡ്വാർഫും വന്നു. അപ്പോൾ 3:1 റേഷ്യോ ഇവിടെ വന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ വരച്ച് എഴുതുന്നതിന് പകരം ഈ ഒരു രീതിയിൽ സ്ക്വയറിലാക്കി എഴുതുന്നതിനെയാണ് പെനറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. നമുക്ക് സീഡ് കളർ എന്നുള്ള എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് പെനറ്റ് സ്ക്വയർ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ സീഡ് കളർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബോക്സിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സീഡ് കളറിൽ 2 കളേഴ്സ് ആണ് വന്നിരുന്നത്, യെല്ലോ ആൻഡ് ഗ്രീൻ അല്ലേ? അതായത് ഗ്രിഗർ മെന്റൽ യൂസ് ചെയ്ത 2 കളേഴ്സ് യെല്ലോയും ഗ്രീൻ കളറും ആയിരുന്നു. ഓക്കെ, അപ്പോൾ യെല്ലോ സീഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? യെല്ലോ സീഡിനെ നമുക്ക് ക്യാപിറ്റൽ വൈ എന്ന് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഗ്രീൻ സീഡ് അല്ലേ? ഗ്രീൻ സീഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? ജി എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യില്ല, ഇതാണ് ഡോമിനന്റ്. ഓക്കെ, ഡോമിനന്റ് ആയിട്ടുള്ളതിനെ ഏത് ലെറ്റർ വെച്ചിട്ടാണോ എഴുതിയത് അതിന്റെ സ്മോൾ ലെറ്റർ ആണ് നമ്മൾ റെസസീവിന് എഴുതുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ഇവിടെ ക്യാപിറ്റൽ വൈ എന്നല്ലേ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്മോൾ
സ്മോൾ വൈ എന്ന് എഴുതാം. ഓക്കെ, സ്മോൾ വൈ എന്ന് എഴുതാം. ദെൻ ഇനി നമുക്ക് F1 ജനറേഷൻ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. F1 ജനറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഗാമീറ്റ് എഴുതണം. ഗാമീറ്റ് എങ്ങനെ വരും? ഇവിടെ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് ഗാമീറ്റ് ക്യാപിറ്റൽ Y എന്ന് വരും. ക്രോസ് ചെയ്തു ആരുമായിട്ട്? ഇവിടെ ഗാമീറ്റ് എങ്ങനെയാ വരിക? സ്മോൾ y ആണ് വരിക. ഓക്കെ, ദെൻ ഇത് രണ്ടും നമ്മൾ ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ Y സ്മോൾ y എന്നുള്ള പ്രോജനി ലഭിക്കും. ഓക്കെ, ഇതാണ് F1 ജനറേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇനി നമ്മൾ F2 ജനറേഷൻ ആണ് ഉണ്ടാക്കുന്നത്. F2 ജനറേഷൻ എങ്ങനെയാ ക്രോസ് ഉണ്ടാക്കുക നമുക്കറിയാം. ഇതിനെ, അതായത് F1നെ സെൽഫ് ചെയ്യാം. ഓക്കെ, സെൽഫ് ക്രോസ് ചെയ്യാം. ഇത് F1 ജനറേഷൻ ആണ്. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് F2 ജനറേഷൻ ആണ്. F2 ജനറേഷൻ ഉണ്ടാക്കുന്നത് F1നെ F1നോട് തന്നെ ക്രോസ് ചെയ്തിട്ടാണ്. അപ്പോൾ ക്യാപിറ്റൽ Y സ്മോൾ y ക്രോസ് ക്യാപിറ്റൽ Y സ്മോൾ y. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഗാമീറ്റ് എഴുതാം. ഗാമീറ്റ് നമുക്കൊന്ന് എഴുതാം. ഗാമീറ്റ്സ് എങ്ങനെ വരും? ഗാമീറ്റ്സ് ഇവിടെ ക്യാപിറ്റൽ Y ആണ് അല്ലേ? അപ്പൊ ക്യാപിറ്റൽ Y വരും. ദെൻ സ്മോൾ y ആണ്, സ്മോൾ y വരും. ക്രോസ് ഈ ക്യാപിറ്റൽ Y, ദെൻ ഈ സ്മോൾ y ഇങ്ങോട്ടും വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഗാമീറ്റ്സ് എഴുതി. ഇനി നമ്മൾ ഇത് ഇങ്ങനെ വരച്ച് ക്രോസ് ചെയ്യുന്നില്ല. ഇതിന് പകരമായിട്ട് കനറ്റ് സ്ക്വയർ യൂസ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ 4 ഗാമീറ്റ്സ് ആണ് വന്നിട്ടുള്ളത് അല്ലേ? 4 ഗാമീറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ 4 ഗാമീറ്റ്സ് വന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെ 2 എണ്ണം വന്നു, ഇങ്ങോട്ട് 2 എണ്ണം വന്നു. അപ്പോൾ ടോട്ടല് 4 സ്ക്വയേഴ്സ് ഇവിടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എഴുതാം. ഈ ഒരു ഗാമീറ്റിനെ, ഈ 2 ഗാമീറ്റിനെ നമുക്ക് മുകളിലായിട്ട് എഴുതാം. ആദ്യം ക്യാപിറ്റൽ Y ഇവിടെ എഴുതാം. ദെൻ പിന്നീട് ഈ ഒരു സ്മോൾ y നമുക്ക് ഇങ്ങോട്ടും എഴുതാം. ഓക്കെ, ദെൻ ഇനി ഈ ഗാമീറ്റ്സിനെ നമുക്ക് എവിടെ എഴുതാം? ചെരിച്ച് ഇങ്ങോട്ട് എഴുതാം. ഓക്കെ, അതായത് ക്യാപിറ്റൽ Y എഴുതി, ദെൻ സ്മോൾ yയും എഴുതി. ഓക്കെ, ഇനി നമുക്കതൊന്ന് ക്രോസ് ചെയ്ത് നോക്കാം. ക്യാപിറ്റൽ Y എന്ന് പറയുമ്പോൾ ഇവിടെ ക്യാപിറ്റൽ Y, ദെൻ ഈ ക്യാപിറ്റൽ Yയും ഈ സ്മോൾ yയും, അപ്പോൾ ക്യാപിറ്റൽ Y സ്മോൾ y എന്ന് വരും. ഓക്കെ, ദെൻ ഈ സ്മോൾ yയും ക്യാപിറ്റൽ Yയും, ക്യാപിറ്റൽ ലെറ്റർ ആണ് ആദ്യം എഴുതുള്ളൂ, അതുകൊണ്ട് ക്യാപിറ്റൽ Y സ്മോൾ y എന്ന് വരും. ദെൻ ഈ സ്മോൾ yനെ ഈ സ്മോൾ y ആയിട്ട് ക്രോസ് ചെയ്ത് ഇവിടെ എഴുതും. സ്മോൾ y എന്ന് എഴുതും. ഓക്കെ, ഇനി നമുക്ക് ഇത് ക്യാപിറ്റൽ Y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെല്ലോ ആണ് അല്ലേ? ഇതും ക്യാപിറ്റൽ Y സ്മോൾ y എന്ന് പറഞ്ഞാലും യെല്ലോ ആണ്. യെല്ലോ. സ്മോൾ y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസസീവ് ആയിട്ടുള്ള സ്മോൾ y അല്ലേ? അത് ഗ്രീൻ കളർ സീഡ് ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? ഗ്രീൻ വരും. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് 3 യെല്ലോയും 1 ഗ്രീനും ആണ്. ഓക്കെ, അപ്പൊ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് 3:1. ഇതാണ് ഫീനോടൈപ്പ് ആയിട്ട് വന്നിട്ടുള്ളത്. ഫീനോടൈപ്പ് അല്ലെങ്കിൽ ഫീനോടിപ്പിക് റേഷ്യോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒന്ന് ജീനോടിപ്പിക് റേഷ്യോ എഴുതാലോ. നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ജീനോടിപ്പിക് റേഷ്യോ എഴുതാം. അതായത് എത്ര ക്യാപിറ്റൽ Y, എത്ര ക്യാപിറ്റൽ Y സ്മോൾ y, എത്ര സ്മോൾ y വന്നിട്ടുണ്ട് എന്നുള്ളത് എഴുതാം. അതാണ് ജീനോടിപ്പിക് റേഷ്യോ. അപ്പോൾ ഫീനോടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ക്യാരക്ടേഴ്സ് വന്നു എന്നുള്ളതാണ്. ഓക്കെ, അതായത് എത്ര യെല്ലോ വന്നു? 3 യെല്ലോ വന്നു. എത്ര ഗ്രീൻ വന്നു? 1 ഗ്രീൻ വന്നു. ഇങ്ങനെ എഴുതുന്നതാണ് ഫീനോടിപ്പിക് റേഷ്യോ. ഇനി ഇതിന്റെ ജീനോടിപ്പിക് റേഷ്യോ നമുക്കൊന്ന് എഴുതാം. ജീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുമ്പോൾ എങ്ങനെയാ എഴുതാൻ നോക്കാം. ഇവിടെ ഒരു ക്യാപിറ്റൽ Y എന്നുള്ളത് ഒരെണ്ണമാണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ 1 എഴുതാം. ദെൻ ക്യാപിറ്റൽ Y സ്മോൾ y എന്നുള്ളത് 2 എണ്ണം വന്നിട്ടുണ്ട്. ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ 2 എന്ന് എഴുതാം. ദെൻ സ്മോൾ y എത്ര എണ്ണം വന്നു? ഒരെണ്ണം വന്നു. ഓക്കെ, 1 എഴുതാം. ഇതാണ് ജീനോടിപ്പിക് റേഷ്യോ. ഓക്കെ, ഇങ്ങനെ എഴുതുന്നതിനെയാണ് ജീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്.
ഓക്കെ, അപ്പൊ നമ്മൾ ക്രോസ് ചെയ്ത് എഴുതുന്നതിന് പകരമായിട്ട് ഇങ്ങനെ ബോക്സിൽ അറേഞ്ച് ചെയ്ത് എഴുതുന്നതിനെയാണ് പെനറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ബാക്ക് ക്രോസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബാക്ക് ക്രോസ്. എന്താണ് ബാക്ക് ക്രോസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ബാക്ക് ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ that is the crossing of F1 generation with one of its parents. That is the crossing of F1 generation with one of its parents. അതായത് ഒരു മോണോഹൈബ്രിഡ് ക്രോസ് എഴുതിയിട്ട് അതിൽ F1 ജനറേഷൻ ഫോം ചെയ്യുന്നു. ആ ഒരു F1 ജനറേഷനെ അതിൻ്റെ ഏതെങ്കിലും ഒരു പാരന്റുമായിട്ട് തിരിച്ച് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ബാക്ക് ക്രോസ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. നമുക്കൊരു മോണോഹൈബ്രിഡ് ക്രോസ് എഴുതാം. ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ വെച്ചിട്ട് ഒരു മോണോഹൈബ്രിഡ് ക്രോസ് എഴുതാം. ക്യാപിറ്റൽ ടി ക്രോസ് സ്മോൾ ടി. നമുക്കറിയാം ഇത് ക്യാരക്ടർ ഏതാ വരിക? ടോൾ ആയിരിക്കും. ദെൻ ഇതെന്തായിരിക്കും? ഡ്വാർഫ് ആയിരിക്കും അല്ലേ? ടോളിനെ ഡ്വാർഫ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഗാമീറ്റ്സ് ഒന്ന് എടുത്തെഴുതാം. ഓക്കെ, ഗാമീറ്റ്സ് ഒന്ന് എടുത്തെഴുതാം. ഒരുപോലെ വന്നാൽ നമ്മൾ എങ്ങനെയാണ് എഴുതുക? റൗണ്ടിൽ ഒരെണ്ണേ എഴുതുള്ളൂ. ക്രോസ്, ഇവിടെ ഹോമോസൈഗസ് ആണ് അല്ലേ? അപ്പോൾ ടി, സ്മോൾ ടി, ഇങ്ങനെയാണ് എടുത്തെഴുതുന്നത് ഗാമീറ്റ്സ്. ഓക്കെ, അപ്പോൾ ഗാമീറ്റ്സ് എടുത്തെഴുതി. ഇനി നമ്മൾ ഇതിൻ്റെ F1 ജനറേഷനെ ക്രോസ് ചെയ്യാണ്. ഇങ്ങനെ നമ്മൾ ക്രോസ് ചെയ്തിട്ട് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് എഴുതും. ഇതാണ് F1 ജനറേഷൻ. ഓക്കെ, ഇതാണ് F1 ജനറേഷൻ. F1 ജനറേഷനിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് കിട്ടി. ഇത് ഏതായിരിക്കും? ടോൾ ആയിരിക്കും അല്ലേ? ഇവിടെ ക്യാപിറ്റൽ ടി ആണ് ഡോമിനൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ടോൾ പ്ലാന്റ് ആയിരിക്കും. അപ്പോൾ ബാക്ക് ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിട്ടിയിട്ടുള്ള ടോൾ പ്ലാന്റിനെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു പാരന്റുമായിട്ട് ക്രോസ് ചെയ്യാം. ഈ കിട്ടിയിട്ടുള്ള ടോൾ പ്ലാന്റിനെ ഏതെങ്കിലും ഒരു പാരന്റ്, ഇതൊരു പാരന്റ് ആണ്, ഇതൊരു പാരന്റ് ആണ്, ഇതിൽ ഏതെങ്കിലും ഒരു പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുക, തിരിച്ച് ക്രോസ് ചെയ്യുക. അതിനെയാണ് ബാക്ക് ക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇതിനെ ഒന്നെങ്കിൽ ഇതുമായിട്ട് ക്രോസ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഈ കിട്ടിയിട്ടുള്ള ക്യാപിറ്റൽ ടി സ്മോൾ ടിയെ ഇതുമായിട്ട് നമുക്ക് ക്രോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു പ്രോജനി അല്ലെങ്കിൽ F1 ജനറേഷനെ ഈ ഒരു പാരന്റുമായിട്ടൊന്ന് ക്രോസ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം. ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നു അല്ലേ? ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നു. അതിനെ ഏതുമായിട്ട് ക്രോസ് ചെയ്യാണ്? ഈ ഒരു പാരന്റുമായിട്ട് ക്രോസ് ചെയ്യാണ്. ക്യാപിറ്റൽ ടിയുമായിട്ട് ക്രോസ് ചെയ്യാണ്. അപ്പോൾ ഇതിന്റെ ഗാമീറ്റ്സ് നമ്മൾ ആദ്യം എടുത്തെഴുതണം. ഗാമീറ്റ്സ് എഴുതുമ്പോൾ എങ്ങനെ വരും? ഈ ക്യാപിറ്റൽ ടി ദെൻ സ്മോൾ ടി ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതും കൂടി നമ്മൾ വേറെ എടുത്തെഴുതണം. ഓക്കെ, ദെൻ ഇവിടെ വന്നിട്ടുള്ളത് ഹോമോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷനാണ് അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ ടി തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണേ വരുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഗാമീറ്റ് നമ്മൾ എടുത്തെഴുതി. ഇനി നമുക്കൊന്ന് ക്രോസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ രണ്ട് ഗാമീറ്റ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ഗാമീറ്റ് ആണ് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ ഹോമോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷനാണ്, അതുകൊണ്ട് ഒരു ഗാമീറ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ക്രോസ് ചെയ്ത് നോക്കാം. ഓക്കെ, ക്യാപിറ്റൽ ടി ക്രോസ് ചെയ്തു. ക്യാപിറ്റൽ ടി എന്ന് കിട്ടി. ദെൻ ഇവിടെ സ്മോൾ ടി ഈ ഒരു ക്യാപിറ്റൽ ടിയുമായിട്ട് ക്രോസ് ചെയ്തു. അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് കിട്ടും. സ്മോൾ ടി മുന്നിൽ ആദ്യം എഴുതില്ല, ക്യാപിറ്റൽ ലെറ്റർ ആണ് ആദ്യം എഴുതുള്ളൂ, അത് കഴിഞ്ഞിട്ടാണ് സ്മോൾ ലെറ്റർ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള രണ്ട് പ്രോജനിയും എന്താണ്? ടോൾ ആണ് അല്ലേ? രണ്ട് പ്രോജനി, ഇത് ടോൾ ആണ്, ഇത് ടോൾ ആണ്. ഓക്കെ, രണ്ടും ടോൾ പ്ലാന്റ്സ് ആണ് കിട്ടിയത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഈ ഒരു F1 പ്രോജനിയെ ഈ ഒരു പാരന്റുമായിട്ട് ക്രോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു F1 പ്രോജനിയെ ഈ ഒരു പാരന്റുമായിട്ടൊന്ന് ക്രോസ് ചെയ്ത് എഴുതാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു F1 പ്രോജനിയെ ഈ പാരന്റുമായിട്ട് ക്രോസ് ചെയ്യാണ്. F1 പ്രോജനി നമുക്ക് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് എഴുതാം. അതിനെ നമുക്ക് ഈ ഒരു പാരന്റുമായിട്ട് ക്രോസ് ചെയ്യാണ്. സ്മോൾ ടി. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ ഗാമീറ്റ് എഴുതാം. ഗാമീറ്റ് എഴുതുമ്പോൾ ഇവിടെ ഹെറ്ററോസൈഗസ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ ടി
സ്മോൾ ടി എന്ന് എഴുതും. ഇതിന് നമ്മൾ ക്രോസ് ചെയ്യാണ്. ഇവിടെ ഹോമോസൈഗസ് ആയതുകൊണ്ട് സ്മോൾ ടി എന്ന് മാത്രം എടുത്തെഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇതൊന്ന് ക്രോസ് ചെയ്യാം. ക്യാപിറ്റൽ ടി സ്മോൾ ടി, ദെൻ സ്മോൾ ടി എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയത് രണ്ടും ടോൾ ആയിരുന്നു. എന്നാൽ ഇവിടെ കിട്ടിയത് ഒരു ടോൾ പ്ലാന്റും ഒരു ഡ്വാർഫ് പ്ലാന്റുമാണ്. ഓക്കെ, അപ്പോൾ ബാക്ക്ക്രോസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരിക്കൽ കൂടി പറയാം. ക്രോസിംഗ് ഓഫ് F1 ജനറേഷൻ വിത്ത് വൺ ഓഫ് ഇറ്റ്സ് പാരന്റ്. അതായത് ഇതിനോട് ക്രോസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു പാരന്റിനോടും ക്രോസ് ചെയ്യാം. അപ്പോൾ ബാക്ക്ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡെഫിനിഷൻ പഠിക്കുക. ഇറ്റ് ഈസ് എ ക്രോസിംഗ് ഓഫ് F1 ജനറേഷൻ വിത്ത് വൺ ഓഫ് ഇറ്റ്സ് പാരന്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടെസ്റ്റ് ക്രോസ്. അപ്പോൾ ബാക്ക് ക്രോസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഏതെങ്കിലും ഒരു പാരന്റുമായിട്ട് പ്രോജനി F1 ജനറേഷനെ ക്രോസ് ചെയ്യുന്നതാണ് ബാക്ക് ക്രോസ്. ഇനി പറയാൻ പോകുന്നത് ടെസ്റ്റ് ക്രോസ് ആണ്. ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോസിംഗ് ഓഫ് F1 ജനറേഷൻ വിത്ത് റെസസീവ് പാരന്റ്. അതായത് റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ F1 ജനറേഷനെ റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിനെയാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം. ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോസിംഗ് ഓഫ് F1 ജനറേഷൻ വിത്ത് റെസസീവ് പാരന്റ്. ഓക്കെ, അപ്പോൾ ഒരു മോണോഹൈബ്രിഡ് ക്രോസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഡോമിനന്റ് ആണ്, ഇത് റെസസീവ് ആണ്. അല്ലേ, നമുക്കറിയാം റെസസീവ് ആണ് നമ്മൾ സ്മോൾ ലെറ്റർ വെച്ചിട്ട് എഴുതാറുള്ളത്. അപ്പോൾ ക്രോസിംഗ് ഓഫ് F1 ജനറേഷൻ, ഈ F1 ജനറേഷനെ ക്രോസ് ചെയ്യാണ്. ആരുമായിട്ട്? റെസസീവ് ആയിട്ടുള്ള പാരന്റുമായിട്ട് ക്രോസ് ചെയ്യാണ്. അതിനാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ F1 ജനറേഷൻ നമുക്ക് കിട്ടി. F1 ജനറേഷനെ സ്മോൾ ടി എന്ന് പറയുന്ന റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യാം. നമുക്കൊന്ന് ക്രോസ് ചെയ്ത് നോക്കാം. അങ്ങനെ ക്രോസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, ടെസ്റ്റ് ക്രോസ് ഒന്ന് എഴുതി നോക്കാം. F1 ജനറേഷൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി, അതിനെ റെസസീവ് പാരന്റ്. റെസസീവ് എന്ന് പറഞ്ഞാൽ ഇത് ഡോമിനന്റ് ആണ് അല്ലേ. ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ എപ്പോഴും എഴുതുക ഡോമിനന്റിനെയാണ്. ഓക്കെ, ഇതാണ് റെസസീവ് പാരന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ സ്മോൾ ടി എന്ന് എഴുതാം. ദെൻ ഇനി ഇതിന്റെ ഗാമീറ്റ്സ് എഴുതണം. ഗാമീറ്റ്സ് ആദ്യം നമ്മൾ ഗാമീറ്റ്സ് എഴുതുന്നു. ഗാമീറ്റ്സ് എഴുതുമ്പോൾ ഹെട്രോസൈഗസ് കണ്ടീഷൻ ആണ്. അപ്പോൾ ക്യാപിറ്റൽ ടിയും എഴുതണം, സ്മോൾ ടിയും എഴുതണം. ഇതിനെ എന്തുമായിട്ട് ക്രോസ് ചെയ്യുന്നു? ഈ ഒരു ഇവിടെ ഗാമീറ്റ് എഴുതുമ്പോൾ സ്മോൾ ടി മാത്രമേ എഴുതുള്ളൂ. ഇത് ഹോമോസൈഗസ് കണ്ടീഷൻ ആണ്. ഓക്കെ, രണ്ടും സെയിം ആണ്. അതുകൊണ്ട് ഇവിടെ ഒരു ടി മാത്രമേ, ഒരു സ്മോൾ ടി മാത്രമേ എഴുതുള്ളൂ. ഇനി ഇതിനെ ക്രോസ് ചെയ്യാം. ക്യാപിറ്റൽ ടി സ്മോൾ ടി, ദെൻ സ്മോൾ ടി എന്ന് കിട്ടും. അതായത് ഒരു ടോൾ പ്ലാന്റും ഒരു ഡോർഫ് പ്ലാന്റും കിട്ടി. അപ്പോൾ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1:1 ആയിരിക്കും അല്ലേ. 1:1 ആണ് ഫീനോട്ടിപ്പിക് റേഷ്യോ ഇവിടെ വന്നത്. അതായത് ഒരു ടോൾ പ്ലാന്റും കിട്ടി, ഒരു ഡോർഫ് പ്ലാന്റും കിട്ടി. ഇനി ഇതിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ എന്തായിരിക്കും? ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി എത്രണ്ണം വന്നു? ഒരെണ്ണാണ് വന്നത് അല്ലേ. അപ്പോൾ 1. ദെൻ സ്മോൾ ടി എത്രണ്ണം വന്നു? ഒരെണ്ണാണ് വന്നത്. അപ്പോൾ 1:1. അപ്പോൾ ഇവിടെ ഈ ഒരു ടെസ്റ്റ് ക്രോസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് ചോദിക്കാറുണ്ട് എക്സാമിന്. 1:1 ആണ്. ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നതും 1:1 ആണ്. ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആ ഒരു F1 ജനറേഷനെ റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിനെയാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ടെസ്റ്റ് ക്രോസുകളും ബാക്ക് ക്രോസ് ആണ്. ശരിയല്ലേ? എല്ലാ ടെസ്റ്റ് ക്രോസുകളും ബാക്ക് ക്രോസ് ആണ്. എന്നാൽ എല്ലാ ബാക്ക് ക്രോസുകളും എന്തല്ല? ടെസ്റ്റ് ക്രോസ് അല്ല. ഓക്കെ, ദെൻ ഇനി ഇതിന്റെ യൂസ് ആണ് പറയുന്നത്. ടെസ്റ്റ് ക്രോസ് അതിന്റെ യൂസ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് അൺനോൺ ജീനോടൈപ്പ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ അൺനോൺ ജീനോടൈപ്പ് ഐഡന്റിഫൈ ചെയ്യാനാണ് ടെസ്റ്റ് ക്രോസ് ഉപയോഗിക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് അൺനോൺ ജീനോടൈപ്പ് ഓഫ് എൻ ഇൻഡിവിജ്വൽ.
അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഫീൽഡിൽ പോയി കഴിഞ്ഞു, കംപ്ലീറ്റ് പ്ലാന്റ്സ് കാണുന്നതും ടോൾ പ്ലാന്റ്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മളൊരു ഫീൽഡിൽ പോയി അവിടെയുള്ള മുഴുവൻ പ്ലാന്റ്സും ടോൾ പ്ലാന്റ്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ടോൾ എന്നുള്ള കണ്ടീഷനെ നമുക്ക് രണ്ട് ടൈപ്പ് ജീനോടൈപ്പിൽ നമുക്ക് എഴുതാം അല്ലെ, രണ്ട് തരത്തിലുള്ള ജീനോടൈപ്പായിട്ട് എഴുതാം. ഏതൊക്കെയായിരുന്നു? ഇങ്ങനെ എഴുതിയാലും ടോളാണ്, ഇങ്ങനെ എഴുതിയാലും ടോളാണ്. ശരിയല്ലേ? അപ്പോൾ ഇതിൽ ഏതാണ് ഈ ഒരു പ്ലാന്റ് അവിടെ നമ്മൾ കണ്ട, അതായത് ആ ഫീൽഡിൽ കണ്ട ആ ഒരു കംപ്ലീറ്റ് ടോൾ പ്ലാന്റ്സിൻ്റെയും ജീനോടൈപ്പ് ഏതാണെന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടോൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എടുത്തു, അതിൻ്റെ രണ്ട് ജീനോടൈപ്പാണ്. ഇത് ഇങ്ങനെ വന്നാലും ടോളാണ്, ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ടോളാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും നമ്മൾ കണ്ട ഫീൽഡിലെ പ്ലാന്റ്സിൻ്റെ ജീനോടൈപ്പ് എന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ടെസ്റ്റ് ക്രോസ് ആണ് അല്ലേ. ടെസ്റ്റ് ക്രോസ് എന്തിനാ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ അൺനോൺ ജീനോടൈപ്പ് അല്ലേ. അൺനോൺ ജീനോടൈപ്പ് ഐഡന്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ നമ്മളൊരു ഫീൽഡിൽ പോയി ഒരുപാട് പ്ലാന്റ്സ് കണ്ടു, എല്ലാം ടോൾ പ്ലാന്റ്സ് ആണ്, പക്ഷെ നമുക്ക് അറിയില്ല അതിൻ്റെ ജീനോടൈപ്പ് എന്താണ്. ഒന്നെങ്കിൽ എന്താവാം, ക്യാപിറ്റൽ ടി ആവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആവാം. ഇതിൽ ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ് ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു ക്രോസ് എഴുതാം. ആദ്യം ഈ ഒരു ജീനോടൈപ്പ് ആണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ജീനോടൈപ്പ് ആണ് നമ്മൾ കണ്ട പ്ലാന്റ്സിന്റെ, നമ്മൾ കണ്ട ആ ഫീൽഡിൽ കണ്ട പ്ലാന്റ്സിന്റെ ജീനോടൈപ്പ് എന്ന് കൺസിഡർ ചെയ്യാം. ഇതാണെങ്കിൽ ക്യാപിറ്റൽ ടി ക്രോസ്. ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇതിനെ ഇതിന്റെ റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യാന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ റെസസീവ് പാരന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്മോൾ ടി ആണ് റെസസീവ്. ഇനി ഇതൊന്ന് ക്രോസ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഗാമീറ്റ് എഴുതാം. ഇവിടെ ക്യാപിറ്റൽ ടി വരും, ഇവിടെ സ്മോൾ ടി വരും. ഹോമോസൈഗസ് ആയതുകൊണ്ട് ഒരു ഗാമീറ്റ് മാത്രമേ നമ്മൾ എടുത്തെഴുതുന്നുള്ളൂ. ഓക്കെ, ഇനി ഇതിന്റെ F1 ജനറേഷൻ നമുക്കൊന്ന് എഴുതാം. F1 ജനറേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടും. ഇതാണ് F1 ജനറേഷൻ. ഇതെന്താണ്? ടോൾ ആണ് അല്ലേ. ഇത് ടോൾ പ്ലാന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ F1 ജനറേഷനിൽ ഉണ്ടായിട്ടുള്ളത് കംപ്ലീറ്റ് എല്ലാ പ്ലാന്റ്സും എന്തായിരിക്കും? ടോൾ ആയിരിക്കും. ദെൻ ഇനി നമ്മൾ ഈ ഒരു കണ്ടീഷനാണ് അല്ലെങ്കിൽ ഈ ഒരു ജീനോടൈപ്പ് ആണ് നമ്മൾ കണ്ട പ്ലാന്റ്സിന്റെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അടുത്തൊരു ക്രോസ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് ഈ ഒരു ജീനോടൈപ്പും വരാൻ സാധ്യത ഉണ്ട് അല്ലേ. അതായത് ക്യാപിറ്റൽ ടിയും ടോളാണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടിയും ടോളാണ്. അപ്പൊ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്തു ഈ ഇത് ക്യാപിറ്റൽ ടി ആണ് നമ്മൾ കണ്ട പ്ലാന്റ്സിന്റെ ജീനോടൈപ്പ് എന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളൊരു ക്രോസ് ചെയ്തു. അതിൽ നമുക്ക് കിട്ടി, ഇവിടെ എല്ലാം ടോളായിട്ട് കിട്ടി. ഓക്കെ, ഇനി ഇതാണെന്നും കൂടി നമുക്കൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, ഈ ജീനോടൈപ്പും വരാലോ. അപ്പൊ നമ്മൾ ഇതും നമുക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതുകൂടി ഒന്ന് ചെയ്തു നോക്കാം. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്രോസ്, ടെസ്റ്റ് ക്രോസ് ആണ്. ഇതിന്റെ റെസസീവ് ആയിട്ടാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. റെസസീവ് എന്ന് പറഞ്ഞാൽ സ്മോൾ ടി ആണ്. ഓക്കെ, ഈ ഒരു ക്രോസ് നമ്മൾ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ ഗാമീറ്റ് എഴുതാം. ഗാമീറ്റ് എങ്ങനെ വരും? ഇവിടെ ഹെറ്ററോസൈഗസ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ ടിയും വരും, സ്മോൾ ടിയും വരും. അതിനെ നമ്മൾ ഇവിടെ സ്മോൾ ടി മാത്രമേ വരുള്ളൂ, ഇങ്ങനെ എഴുതും ഗാമീറ്റ്. ഓക്കെ, ദെൻ ഗാമീറ്റ് എഴുതി. ഇനി F1 ജനറേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇങ്ങനെ വരും അല്ലേ. ക്യാപിറ്റൽ ടി സ്മോൾ ടി വരും. ദെൻ അടുത്തതായിട്ട് സ്മോൾ ടിയും വരും. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ഡിഫറൻസ് ഒന്ന് നോക്കുക. ആദ്യത്തെ ക്രോസില്, അതായത് ക്യാപിറ്റൽ ടി എന്നുള്ള ജീനോടൈപ്പ് ആണെങ്കിൽ ആ ഒരു ക്രോസില് മുഴുവൻ ചെടികളും ടോളാണ്. എന്നാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ജീനോടൈപ്പ്, ഈ ഒരു ജീനോടൈപ്പ് ആണ് നമ്മൾ എടുത്തതെങ്കിൽ അതിൽ വന്ന മുഴുവൻ ചെടികളും ടോളല്ല. കാരണം ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്താണ്? ടോളാണ് അല്ലേ. ദെൻ സ്മോൾ ടി എന്തായിരുന്നു? ഡാർഫ് ആണ്. ഓക്കെ, അപ്പോൾ 1:1 റേഷ്യോ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ആദ്യത്തെ കേസിൽ മുഴുവൻ ചെടികളും ടോളായി, രണ്ടാമത്തെ കേസിൽ പകുതി ചെടികൾ ടോളും പകുതി ചെടികൾ ഡാർഫുമായി. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഒന്ന് ഓർക്കുക. നമ്മൾ ആദ്യം പറഞ്ഞു നമ്മളൊരു ഫീൽഡിലേക്ക് പോയി അവിടെ കണ്ട മുഴുവൻ ചെടികളും ടോളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലേതായിരിക്കും വരിക? മുഴുവൻ ചെടികളും ടോളാണെങ്കിൽ ഇതല്ലേ വരിക. അപ്പോൾ ഇവിടെ ആ ചെടിയുടെ
ജീനോടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആണ്. കാരണം ഈ ക്യാപിറ്റൽ ടിയുടെ ക്രോസ് ചെയ്തപ്പോഴാണ് നമുക്ക് മുഴുവൻ ചെടികളും ടോളായിട്ട് കിട്ടിയത്. ഓക്കെ, അപ്പൊ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു. അതായത് ആദ്യം നമുക്ക് അറിയില്ലായിരുന്നു ആ ഫീൽഡിലുള്ള ചെടിയുടെ ടോൾ പ്ലാന്റ്സിന്റെ ജീനോടൈപ്പ് ഏതാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ഇങ്ങനെ ടെസ്റ്റ് ക്രോസ് ചെയ്തിട്ട് നമുക്ക് അതേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ, ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ ടോൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വെച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഏത് ക്യാരക്ടർ വെച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്രോസ് എഴുതിക്കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് ജീനോടൈപ്പ് അൺനോൺ ആയിട്ടുള്ള ജീനോടൈപ്പിനെ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങളോട് പറയാറുണ്ട്. അപ്പോൾ ക്യാരക്ടർ തരും, നിങ്ങൾ ഈ ഒരു രീതിയിൽ ക്യാരക്ടർ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ക്രോസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ ജസ്റ്റ് ടോൾ എന്നുള്ള ക്യാരക്ടർ വന്നു, അതിന് പകരം മറ്റെന്തെങ്കിലും അതായത് ഫ്ലവർ കളറൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൂടി ജസ്റ്റ് നമുക്കൊന്ന് ആ ഒരു എക്സാമ്പിളും കൂടി നമുക്കൊന്ന് നോക്കാം. അടുത്തത് നമുക്ക് ഫ്ലവർ കളർ എന്ന് പറയുന്ന എക്സാമ്പിൾ വെച്ചിട്ട് ടെസ്റ്റ് ക്രോസ് റേഷ്യോ ഒന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഐ ഗോട്ട് വയലറ്റ് ഫ്ലവേർഡ് പ്ലാന്റ്സ് ഡ്യൂറിങ് ടെസ്റ്റ് ക്രോസ്. അതായത് ടെസ്റ്റ് ക്രോസ് നടത്തിയപ്പോൾ എല്ലാ ചെടികളിലും കിട്ടിയത് വയലറ്റ് കളർ ഫ്ലവേഴ്സ് ഉള്ള ചെടികളാണ്. ഓക്കെ, അപ്പോൾ വയലറ്റ് കളർ ഫ്ലവേഴ്സ് ഉള്ള ചെടികളാണ് ടെസ്റ്റ് ക്രോസ് നടത്തിയപ്പോൾ കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ജീനോടൈപ്പ് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഫൈൻഡ് ഔട്ട് ദ ജീനോടൈപ്പ്. ഓക്കെ, അപ്പോൾ നമുക്കത് ഒന്ന് ക്രോസ് ചെയ്ത് എഴുതി നോക്കാം. വയലറ്റ് കളറാണ് ഇവിടെ ഫ്ലവറിന്റെ കളറായിട്ട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ജീനോടൈപ്പ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഏതാണ് ജീനോടൈപ്പ് വരിക? രണ്ട് സാധ്യതകളാണുള്ളത് ഇവിടെ. വയലറ്റ് കളറ് വരണമെങ്കിൽ രണ്ട് സാധ്യതകളാണുള്ളത്. ഏതൊക്കെയായിരുന്നു? ഇങ്ങനെ വന്നാലും വയലറ്റ് ആണ്. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാലും വയലറ്റ് ആണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇതാണോ വന്നിട്ടുള്ളത് അതോ ഈ ഒരു ജീനോടൈപ്പ് ആണോ വന്നിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ക്രോസ് ചെയ്ത് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിനുള്ള ആൻസർ കിട്ടും. അപ്പോൾ ടെസ്റ്റ് ക്രോസ് ചെയ്യാം. ആദ്യം ഇത് കൺസിഡർ ചെയ്ത് ടെസ്റ്റ് ക്രോസ് ചെയ്യാം. ക്യാപിറ്റൽ വി ക്രോസ് ടെസ്റ്റ് ക്രോസ് ആണ് ചെയ്യുന്നത്. അതായത് റെസസീവ് പാരന്റുമായിട്ടാണ് ക്രോസ് ചെയ്യാം. റെസസീവ് പാരന്റ് എന്ന് പറയുമ്പോൾ സ്മോൾ വി അല്ലേ? ഇത് വയലറ്റ് ആണ്, ഇത് വൈറ്റ് ആണ്. നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് മെൻഡീലിയൻ ക്യാരക്ടേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡോമിനന്റ് ഫ്ലവർ കളറിൽ ഡോമിനന്റ് വരുന്നത് വയലറ്റ് ആണെന്നും റെസസീവ് വരുന്നത് വൈറ്റ് കളർ ആണെന്നും നമ്മൾ ആദ്യം പഠിച്ചതാണ്. അപ്പോൾ ഇത് വയലറ്റ് ആണ്, ഇത് വൈറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഗാമീറ്റ് ഒന്ന് എഴുതി നോക്കാം. ഗാമീറ്റ് എഴുതുമ്പോൾ ഇവിടെ ഹോമോസൈഗസ് ആണ്, ക്യാപിറ്റൽ വി എന്ന് വരും. ദെൻ ഇവിടെയും ഹോമോസൈഗസ് ആണ്, സ്മോൾ വി എന്ന് വരും. ദെൻ ഇതിനെ ക്രോസ് ചെയ്യുന്നു. F1 ജനറേഷൻ നമുക്ക് കിട്ടി. F1 ജനറേഷൻ ക്യാപിറ്റൽ വി സ്മോൾ വി കിട്ടി അല്ലേ? ഇതെന്താണെന്ന് നമുക്കറിയാം, വൈറ്റ് ആണ് അല്ലേ? വയലറ്റ് ആണ്. ഇത് വയലറ്റ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ വി സ്മോൾ വി വന്നു കഴിഞ്ഞാൽ ഇത് വയലറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കൺസിഡർ ചെയ്തുകൊണ്ട് ഈ ഒരു ജീനോടൈപ്പ് കൺസിഡർ ചെയ്തുകൊണ്ട് നടത്തിയ ടെസ്റ്റ് ക്രോസ് ആണിത്. ഇതിലെല്ലാ ഫ്ലവറും എന്തായിട്ട് വന്നു? വയലറ്റ് കളറായിട്ട് വന്നു. ഓക്കെ, ഇനി ഇത് നമുക്കൊന്ന് എഴുതി നോക്കാം. ഈ ഒരു ജീനോടൈപ്പ് വെച്ചൊന്ന് എഴുതി നോക്കാം. ക്യാപിറ്റൽ വി സ്മോൾ വി, അതിനെ നമ്മൾ റെസസീവുമായിട്ട് ക്രോസ് ചെയ്യുക. ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യാണ്. റെസസീവ് ഏതാ വരിക? സ്മോൾ വി. ഇത് വയലറ്റ് ആണ്, റെസസീവ് വൈറ്റ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ഗാമീറ്റ് ഒന്ന് എഴുതാം. ഗാമീറ്റ് എഴുതുമ്പോൾ ക്യാപിറ്റൽ വിയും വരും, സ്മോൾ വിയും വരും. ദെൻ ഇവിടെ സ്മോൾ വി മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇനി ഇതിനെ ക്രോസ് ചെയ്യുന്നു. നമുക്ക് ക്യാപിറ്റൽ വി സ്മോൾ വി കിട്ടുന്നു. ദെൻ സ്മോൾ വി കിട്ടുന്നു. അപ്പൊ ഇവിടെ ഏതൊക്കെ കളർ ഫ്ലവേഴ്സ് വന്നു? വയലറ്റും വന്നു, വൈറ്റും വന്നു. 1:1 റേഷ്യോയിൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എല്ലാ ചെടികളും വയലറ്റ് ഫ്ലവേഴ്സ് ആണ് അല്ലെ? എല്ലാ ചെടികളിലും വയലറ്റ് കളറുള്ള പൂക്കളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ
നമ്മൾ ഈ ഒരു ക്രോസ് ഈ ജീനോടൈപ്പ് വെച്ച് ക്യാപിറ്റൽ വി വെച്ച് ചെയ്തപ്പോഴാണ് എല്ലാം വയലറ്റ് ആയത് അല്ലേ? ഇവിടെ ക്യാപിറ്റൽ വി സ്മോൾ വി വെച്ച് ചെയ്തപ്പോൾ പകുതി വയലറ്റ് വന്നു, പകുതി വൈറ്റും വന്നു. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ക്യാപിറ്റൽ വി. ഇതായിരിക്കും ജീനോടൈപ്പ് ആയിട്ട് വരുന്നത്. ഇവിടെ നിന്ന് മറ്റൊരു രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. I got violet flowered plants and white flowered plants during test rows. Find out genotype. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മുഴുവൻ വയലറ്റ് കളറുള്ള ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സ് വരുന്നതായിരുന്നു. എന്നാൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2 കളറുള്ള പ്ലാന്റ്സും കിട്ടുന്നുണ്ട്. അതായത് വയലറ്റ് കളറുള്ള പൂക്കളും അതുപോലെ തന്നെ വൈറ്റ് കളറുള്ള പൂക്കളും ഉള്ള പ്ലാന്റ്സ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ചെയ്തതാണ് ഈ ഒരു ക്രോസ്. അതായത് 2 ജീനോടൈപ്പും വെച്ച് ചെയ്തതായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് സെക്കൻഡ് വൺ ഇവിടെയാണ് നമുക്ക് 2 കളേഴ്സും കിട്ടിയത് അല്ലേ? ആദ്യത്തതിൽ മുഴുവൻ വയലറ്റ് കിട്ടിയിരുന്നു. രണ്ടാമത്തതിൽ മുഴുവൻ വയലറ്റ് അല്ല വന്നത്, പകുതി വയലറ്റും പകുതി വൈറ്റും ആണ്. അപ്പോൾ ഈ ഒരു ക്രോസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, നേരത്തെ നമ്മൾ മുന്നേ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ പകുതി വയലറ്റും പകുതി വൈറ്റുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജീനോടൈപ്പ് ഏതായിരിക്കും? ഇതായിരിക്കും അല്ലേ? ക്യാപിറ്റൽ വി സ്മോൾ വി. ഇത് വെച്ച് ചെയ്തപ്പോഴാണ്, ടെസ്റ്റ് റോസ് ചെയ്തപ്പോഴാണ് നമുക്ക് പകുതി ഫ്ലവേഴ്സ് വൈറ്റ് കളറിലും പകുതി ഫ്ലവേഴ്സ് വയലറ്റ് കളറിലും വന്നിട്ടുള്ളത്. അപ്പോൾ ടെസ്റ്റ് ക്രോസും ബാക്ക് ക്രോസും ചോദിക്കാറുണ്ട് എക്സാമിന്. ബാക്ക് ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ള F1 ജനറേഷനെ ഏതെങ്കിലും ഒരു പാരന്റുമായിട്ട് ക്രോസ് ചെയ്യാണ്. ഓക്കെ, അത് ഏത് പാരന്റുമായിട്ടും ക്രോസ് ചെയ്യാം, അതാണ് ബാക്ക് ക്രോസ്. എന്നാൽ ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ F1 ജനറേഷനെ അതിൻ്റെ റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യാണ്, അതാണ് ടെസ്റ്റ് ക്രോസ്. ടെസ്റ്റ് ക്രോസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഇവിടെ വരാറുണ്ട്. ഫ്ലവർ കളർ വെച്ചിട്ടാണ് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പോൾ ഫ്ലവർ കളറിൽ മുഴുവൻ ഫ്ലവറിൻ്റെ കളേഴ്സും വയലറ്റ് ആണെങ്കിൽ ഏതാണ് ജീനോടൈപ്പ് എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ നേരത്തെ അത് ക്രോസ് എഴുതി ചെയ്തതാണ്. ജീനോടൈപ്പ് അതിൽ വരുന്നത് ക്യാപിറ്റൽ വി ആയിരുന്നു. ദെൻ ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, പകുതി ഫ്ലവേഴ്സ് വയലറ്റും പകുതി ഫ്ലവേഴ്സ് വൈറ്റും ആണെങ്കിൽ ഏതായിരിക്കും ജീനോടൈപ്പ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കാറുണ്ട്. അതിൻ്റെ ക്രോസും നമ്മളിപ്പോൾ പറഞ്ഞു. അതിൽ വരുന്നത് ജീനോടൈപ്പ് ആയിട്ട് വരുന്നത് ക്യാപിറ്റൽ വി സ്മോൾ വി ആണ്. കാരണം ഇതിൻ്റെ ഈ ഒരു ക്യാപിറ്റൽ വി സ്മോൾ വിയുടെ ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റെസസീവുമായിട്ട് ക്രോസ് ചെയ്യാണ്. അതിനെയാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത് അല്ലേ? ക്യാപിറ്റൽ വി സ്മോൾ വിയെ അതിൻ്റെ റെസസീവുമായിട്ട് ക്രോസ് ചെയ്തു, സ്മോൾ വിയുമായിട്ട് ക്രോസ് ചെയ്തു. അപ്പോഴാണ് പകുതി ഫ്ലവേഴ്സ് വൈറ്റും പകുതി ഫ്ലവേഴ്സ് വയലറ്റുമായിട്ട് കാണപ്പെട്ടത്. ഓക്കെ, അങ്ങനെ ആ ഒരു രീതിയിൽ, അതായത് പകുതി ഫ്ലവേഴ്സ് വയലറ്റും പകുതി ഫ്ലവേഴ്സ് വൈറ്റുമായി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജീനോടൈപ്പ് ആയിട്ട് ഏതാ വരാന്ന് ചോദിക്കാറുണ്ട്. ക്യാപിറ്റൽ വി സ്മോൾ വി ആണ് ആൻസർ. നമ്മളിവിടെ 2 ക്യാരക്ടേഴ്സ് വെച്ച് നമ്മൾ ഇതിന് എക്സാമ്പിൾസ് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആയിരുന്നു അല്ലേ? അതിൽ ടോളും ഡോർഫും പറഞ്ഞു. ദെൻ പിന്നീട് നമ്മൾ കൺസിഡർ ചെയ്ത ക്യാരക്ടർ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എഴുതിയിട്ടുള്ളത് ഫ്ലവർ കളർ ആയിരുന്നു. അതിൽ നമ്മൾ വയലറ്റ് കളറും വൈറ്റ് കളറും പറഞ്ഞു. ഓക്കെ, ഇനി ഇതേ കാര്യങ്ങൾ തന്നെ പല ക്യാരക്ടേഴ്സിലും ചോദിക്കാം. നമുക്കറിയാം മെന്റീലിയൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 7 ക്യാരക്ടർ വരുന്നുണ്ട് അല്ലേ? അത് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ടെബുലാർ കോളായിട്ട് ഈ ഒരു ടെബുലാർ കോളം എന്തായാലും പഠിക്കണം. ഇത്രയും ക്യാരക്ടേഴ്സാണ് മെന്റീലിയൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഏത് ക്യാരക്ടർ വെച്ച് ചോദിച്ചു കഴിഞ്ഞാലും ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അതൊന്ന് എഴുതി നോക്കുക, എക്സാമ്പിൾസ് വെച്ചിട്ട് എഴുതി നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പറഞ്ഞത് പെനറ്റ് സ്ക്വയറും അതുപോലെ തന്നെ ബാക്ക് ക്രോസും ടെസ്റ്റ് ക്രോസും ഒക്കെയാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.